ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് ഞാൻ ഒരു ജ്വല്ലറി മേക്കിംഗ് ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അതിന് ഞാനിവിടെ നമ്മുടെ ഇതുപോലെയുള്ള ബിസ്ക്കറ്റിൻ്റെയൊക്കെ കവറുകളില്ലേ, കുറച്ച് കട്ടിയുണ്ടല്ലോ, അപ്പം ഞാൻ അതെടുത്തിട്ടുണ്ട്. അതിന് ഞാൻ നമുക്ക് വേണ്ട വലിപ്പത്തിൽ അത്യാവശ്യം ഒരു കോയിൻ്റെ വലിപ്പത്തിൽ ഞാനിതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതുപോലുള്ള ഫ്ലവറാണ് കേട്ടോ. അതിൽ ഞാൻ ആ ഡ്രസ്സിൻ്റെ മാച്ചിങ് ആയിട്ടാണ് കേട്ടോ ഒരു ജ്വല്ലറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ മുത്തുകൾ നടുവിൽ വെച്ചിട്ട് തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള ഗോൾഡൻ കളറിലുള്ള 2 ബീഡ്സും വേണം. പിന്നെ ഷുഗർ ബീഡ്, പിന്നെ നമുക്ക് ഇതുപോലെയുള്ള വേസ്റ്റ് ക്ലോത്ത്, ആ തുണിയുടെ ബാക്കി ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്ലോത്തിനെ ഇതുപോലെ 3 ആക്കിയിട്ട് മടക്കുന്നുണ്ട്. കാരണം അത് നൈസായിട്ട് കാണുമല്ലോ, അപ്പോൾ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 3 ആക്കിയിട്ട് മടക്കുന്നത്. എന്നിട്ട് ഇതിനെ കണ്ടില്ലേ, ഈ കാർഡ്ബോർഡ്, അതായത് ആ കട്ടിയുള്ള പേപ്പർ ഞാനിത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ? എന്നിട്ട് അതിനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ അതിന് മുൻപ് ഞാനിപ്പോൾ എന്ത് ചെയ്യുകയെന്നറിയോ, ഈ റൗണ്ടിൽ ഞാൻ ഈ തുണീനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഈ റൗണ്ടിൽ ഇതിന് കുറച്ചും കൂടി വലുപ്പത്തിൽ ഞാൻ ഈ തുണീനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. എന്നിട്ട് 2 കാർഡ്ബോർഡാണ് കേട്ടോ ഞാൻ അവിടെ വെച്ച് കൊടുക്കുന്നത്, കുറച്ചുകൂടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു സൂചി നൂലും എടുക്കുക കേട്ടോ. നമ്മൾ ഏത് കളറാണോ ഉപയോഗിക്കുന്നത് ആ നൂലും സൂചി എടുത്തിട്ട് ഇങ്ങനെ ഈ ക്ലോത്തിൻ്റെ അറ്റത്ത് കൂടെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഈ ക്ലോത്തിൻ്റെ അറ്റത്തുകൂടി ഇതുപോലെ ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് പതുക്കെ വലിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് ഇങ്ങനെ തുന്നിയെടുക്കാം. കറക്റ്റ് റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് ഒന്ന് തുന്നിയെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നല്ല പോലെ വലിച്ചു കൊടുക്കുക ആ നൂലിനെ. അപ്പം നമുക്ക് ഈ കെട്ടുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആ സെൻറ്റർ ഭാഗത്തോട്ട് വരും, ഇങ്ങനെ ചുരുങ്ങിയിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. കണ്ടോ, ഇങ്ങനെ പതുക്കെ വലിച്ചു കൊടുക്കുക. കണ്ടില്ലേ, നമുക്ക് കറക്റ്റ് ഷേപ്പിൽ നമുക്കത് കിട്ടും. പിന്നെ ബാക്കി വരുന്ന കുറച്ചിങ്ങനെ തുണികളൊക്കെ പൊന്തി നിൽക്കുന്നുണ്ടാവും, അവിടെ നമുക്ക് ക്രോസ് ചെയ്ത് നമുക്ക് തുന്നിയെടുക്കാം കേട്ടോ. നല്ലതുപോലെ ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല റൗണ്ടിൽ നമുക്ക് ഇത് ലോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്രോസ് ചെയ്ത് വെറുതെ ജസ്റ്റ് അത് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് തയ്ച്ചു കൊടുക്കുകയാണേ. ഇതുപോലെ തുന്നി കൊടുക്കാം നമുക്ക്. കണ്ടില്ലേ, അപ്പോൾ ആ പൊന്തി നിൽക്കുന്നതൊക്കെ പതിഞ്ഞിരിക്കും. ഇതുപോലെ നമുക്ക് എല്ലാം പതിഞ്ഞിരിക്കുന്ന രീതിയിൽ തുന്നിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് അവിടെ മൊത്തത്തിൽ അത് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അപ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിലാട്ടോ നമുക്കത് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത ഫ്ലവർ ഉണ്ടല്ലോ, ആ ഫ്ലവർ ഇതുപോലെ തുന്നി കൊടുക്കുകയാണേ. നമുക്ക് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം. പക്ഷേ അതിനെക്കാട്ടും നല്ലത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തുന്നി കൊടുക്കാം കേട്ടോ. ആ മുത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എടുത്തിട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തുന്നി കൊടുക്കാം.
അപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ടിരിക്കും. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനങ്ങില്ലല്ലോ. മറ്റേത് ഗ്ലൂ ആണെങ്കിൽ നമുക്ക് ചെറിയ പിള്ളേരൊക്കെ ആവുമ്പോൾ ഒന്ന് പിടിച്ച് വലിച്ചാലും നമുക്കത് പോരും. പക്ഷേ ഇതാവുമ്പോൾ പോവത്തില്ല. അപ്പം നല്ല രീതിയിൽ നമുക്കതിങ്ങനെ തുന്നിയെടുക്കാം കേട്ടോ. അപ്പം എന്താ നല്ല ഫിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചുറ്റും ഇതുപോലെ ഒരു നമ്മൾ നടുവിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ബീഡ് പോലെ തന്നെ ആ ബീഡും പിന്നെ ഒരു ഷുഗർ ബീഡും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഫുള്ള് റൗണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെറുതെ ഒരു ആ ഗ്യാപ്പിലൊക്കെ കാണുന്ന ഗ്യാപ്പിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ പാൻറ്റിൽ അരഭാഗത്ത് നമ്മൾ ഈ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഡിസൈൻ ഇതിലും ഇങ്ങനെ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓരോരുത്തരും നമുക്ക് ഓരോ ഐഡിയ കിട്ടുമല്ലോ. നമുക്കിങ്ങനെ ചെയ്തു വരുമ്പോൾ ഓരോ ഐഡിയ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം, മാറ്റങ്ങൾ വരുത്താം. ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ. നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഓരോ ഇത് കിട്ടും, നമുക്ക് ഓരോ ഐഡിയകൾ കിട്ടും. അപ്പോൾ ആ ഐഡിയകൾക്കനുസരിച്ച് നമുക്കിതിങ്ങനെ മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഫുള്ളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ മറ്റേ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ റൗണ്ടിൽ, അത് ഇതുമായിട്ട് യോജിപ്പിക്കുകയാണ്. അപ്പോൾ ചീത്ത വശവും കൂടി വെച്ചിട്ട് വേണം നമുക്കിത് തുന്നിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഈ അറ്റത്തോട്ട് സൂചി കൊണ്ടുവരിക. എന്നിട്ട് ഒരു ഗോൾഡൻ ബീഡ് അതിൽ കോർത്ത് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതിനെ കുത്തിയെടുക്കുകയാണ് കേട്ടോ. ആ അറ്റത്തെ ഭാഗത്തു നിന്ന് ഇതുപോലെ കണ്ടില്ലേ, ആ തുണിയുടെ അറ്റത്തു നിന്ന് ഇതുപോലെ ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ അവിടെ ആ ജോയിൻറ്റ് കണ്ടില്ല, ആ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ മുത്ത് വരുമ്പോൾ ഒരു നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ആ ഭാഗം കൂടി ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം അതിനാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ അപ്പുറത്തെ ഇപ്പുറത്തെയും കൂടിയിട്ട് രണ്ടും കൂടി ഇങ്ങനെ കോർത്തെടുക്കാം. വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ആ അറ്റത്തുനിന്ന് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുക. കണ്ടില്ലേ, അറ്റത്തുനിന്ന് ഇങ്ങനെ സൂചി കുത്തിയെടുത്ത് ഒന്ന് വലിച്ച് ടൈറ്റാക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റ് നല്ല റൗണ്ടിൽ തന്നെ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പം നമുക്കിത് മൊത്തം ചെയ്തിട്ട് കണ്ടുനോക്കാം. കണ്ടില്ലേ, ഇപ്പം ഞാനിത് മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല ലോക്കറ്റ് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ സൂചീനെ ഒന്ന് അപ്പുറത്തെ ഏതെങ്കിലും ഒരു ക്രോസ് ആയിട്ട് ഒന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക. എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കെട്ടിട്ട് കൊടുക്കുക കേട്ടോ, കെട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം അത് കട്ട് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ നൂലൊന്നും പെട്ടെന്ന് പോരില്ല, അഴിഞ്ഞു പോവില്ല. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ ലോക്കറ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ മാല ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് ഞാൻ ഇതുപോലെ തന്നെ നൂലെടുത്തിട്ടുണ്ട്, സൂചിയും ഒരു 2 ഇഴ നൂലിനെ സൂചിയുടെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് 4 ഇഴയാക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഏത് ഭാഗത്താണോ വേണ്ടത് കറക്റ്റ് സെൻറ്റർ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക കേട്ടോ. 2 ഇതും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് ആ തുണിയുടെ അറ്റത്ത് തന്നെ കുത്തിയെടുക്കുക. അങ്ങനെ ഞാൻ എന്നിട്ട് നമ്മൾ എത്രത്തോളം നമുക്ക് കഴുത്തിൻ്റെ അളവ് വേണം അതിനനുസരിച്ച് നീളം നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്ന ഒരു ചോക്കർ പോലെയാണ് കേട്ടോ, കഴുത്തിൽ കുടുങ്ങി കിടക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് നമുക്കതവിടെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ എത്ര ഇഴകൾ വേണം അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണം കൂട്ടും കുറയ്ക്കും. ഇപ്പം നിങ്ങൾക്ക് ഇത് ഒരെണ്ണം മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം തുന്നിയെടുത്താൽ മതി. ഞാൻ 3 പ്രാവശ്യം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
ഇതാ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ നമുക്കിപ്പോൾ 4 ഇഴ കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് അതിനെയും കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാ വീണ്ടും ഞാൻ ഒരു തവണയും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ 6 ഇഴ നൂലുകളാണ് കിട്ടുക കേട്ടോ. ഇത്രണ്ണം. എന്നിട്ട് ഇതിലും ഇതുപോലെ കറക്റ്റ് ആ ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ നൂലിലൊക്കെ എല്ലാ നൂലിലും കൂടി നമ്മൾ ആ ഗോൾഡൻ ബീഡ് ഉണ്ടല്ലോ, അത് എല്ലാ നൂലിലും ഈ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ അതുപോലെ ഇങ്ങനെ കോർത്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കോർത്തെടുക്കുക. എന്നിട്ട് ഇനി ഓരോ ഇഴകളെന്ന് പറയുന്നത് നമ്മൾ 4 ഇഴകൾ കൂടി ചേർന്നാണ് കേട്ടോ ഇവിടെ ഒരു ഇഴ എന്ന് പറയുന്നത്. കണ്ടില്ലേ, അതിലൊക്കെ നമ്മൾ ഗോൾഡൻ ബീഡും അതുപോലെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ബ്ലാക്ക് കളറ് മുത്തും ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഇടയ്ക്ക് ബ്ലാക്കും അതുപോലെ ഗോൾഡൻ കളർ ബീഡും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കാണാൻ ഭംഗിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളതിനൊന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു പൈപ്പ് ഉരുണ്ട രീതിയിൽ നമുക്ക് കിട്ടുമല്ലോ. അതാ കണ്ടില്ലേ, ചുറ്റിയുള്ള രീതിയിൽ കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ അറ്റത്ത് കൊളുത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പം തന്നെയാണ് കേട്ടോ ഈ ചോക്കർ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേറെ രീതിയിലൊക്കെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ അറ്റത്ത് ഒരു ക്യാപ്പും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ ആ കൊളുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒക്കെ തുന്നി പിടിപ്പിക്കുകയാണേ കൈ കൊണ്ട്. അപ്പം ഞാനത് സാധാരണ ഇടുന്ന തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഒരു കൊളുത്തൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചോക്കർ കാണാൻ നല്ല ഭംഗിയില്ലേ. എല്ലാവരും ഇതുപോലെ അല്ലെങ്കിലും വേറെ രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.